ഞാൻ ഈ ഫോറസ്റ്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 വർഷത്തോളമായി. 2018-19 ആ സമയത്ത് ഈ PSCയുടെ ഈ പുതിയ പാറ്റേൺ ഒക്കെ വരുന്ന മുന്നോടിയായിട്ടായിരുന്നു. കമ്പയർ സ്റ്റഡി തന്നെയായിരുന്നു മാക്സിമം. ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, അതൊരു ബേസ് ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും കൂടെ മാർക്ക് വരുന്നതായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ ജോഗ്രഫി, കുറച്ച് സെലക്റ്റീവായിട്ടുള്ള ടോപ്പിക്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വെറുതെ വലിച്ചു വാരി പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ആ സമയത്ത്. കറക്റ്റായിട്ട് നമ്മൾ കുറച്ച് സമയമായിരുന്നു ഉണ്ടായിരുന്നല്ലോ. എനിക്ക് പേഴ്സണലി കുറച്ച് വലിയ സമയം ഉണ്ടായിരുന്നില്ല, കുറച്ച് സമയം ഉണ്ടായിരുന്നു. PSCയിലേക്ക് ഞാൻ ആദ്യമായിട്ട് വരുന്ന സമയമായിരുന്നു, കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വലിച്ചു വാരി പഠിക്കാത്ത സെലക്റ്റീവായിട്ട് മാർക്ക് വരുന്ന ഭാഗം നോക്കി ഒന്ന് പഠിച്ചാൽ കിട്ടാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. ഇതിനകത്ത് 130ഓളം പേരുണ്ടായിരുന്നു ലിസ്റ്റിനകത്ത്. ഇതിൽ ഫസ്റ്റ് നമുക്ക് ലിസ്റ്റ് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് എൻഡ്യൂറൻസ് ടെസ്റ്റാണ് ഫസ്റ്റ് വരിക. അതിനുശേഷം മാത്രമേ ഫിസിക്കൽ 8 ഐറ്റംസിലേക്ക് കിടക്കുക. എൻഡ്യൂറൻസ് ടെസ്റ്റ് പറയുമ്പോൾ നമ്മുടെ CPO പോലെയുള്ളവർക്ക് എൻഡ്യൂറൻസ് ടെസ്റ്റ് ഇല്ല. ഈ ഫോറസ്റ്റ് അതുപോലെ തന്നെ എക്സൈസ്, ഇവയ്ക്ക് മാത്രമേ ഈ എൻഡ്യൂറൻസ് പറയുന്ന സംഭവമുള്ളൂ. അതായത് 2 കിലോമീറ്റർ ഓട്ടം 13 മിനിറ്റിൽ പാസ്സാവണം. ഈ പാസ്സായവർക്ക് മാത്രമേ ഫിസിക്കലിലേക്ക് വിളിക്കുള്ളൂ. അങ്ങനെ ഫിസിക്കലും പാസ്സായാൽ പിന്നെ നമുക്ക് അപ്പോയിൻമെൻറ്റും അഡ്വൈസ് വരും, അപ്പോയിൻമെൻറ്റ് വരും. അപ്പോയിൻമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമുക്ക് ഇൻ സർവീസിലേക്ക് ആയിരിക്കും, ഡയറക്റ്റായിട്ട് സർവീസ് ജോലിയിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ട്രെയിനിങ് ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ട്രെയിനിങ്ങിലേക്ക് വിടും. ഇപ്പോൾ എൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ട്രെയിനിങ്ങിലേക്ക് എന്നെ വിട്ടത്. കേരളത്തിൽ 2 ഭാഗത്തുള്ളൂ, ഒന്ന് ട്രിവാൻഡ്രത്ത്, ഇവിടെ രണ്ടാമത് പാലക്കാടുള്ള വാളയാറും. പക്ഷേ എൻ്റെ കൂടെ ട്രെയിനിങ്ങിൽ ഉണ്ടായ ആൾക്കാരിൽ പകുതിയിൽ കൂടുതൽ പേരും ഈ 10 വർഷം 5 വർഷം വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരുന്നു. ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ഫോറസ്റ്റ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലവർ ട്രെയിനിങ്ങിലേക്ക് ഡയറക്റ്റായിട്ട് വിടും, ചിലർ ഡയറക്റ്റായിട്ട് ഇൻ സർവീസിലേക്ക് കയറ്റും. അതാണ് നേച്ചർ അതിൻ്റെ. പിന്നെ ഒരു 6 മാസം ഫോറസ്റ്റ് ട്രെയിനിങ് ഉണ്ടാവും. ട്രിവാൻഡ്രത്തെ അപേക്ഷിച്ച് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരുന്നു, കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിരുന്നില്ല. വാളയാർ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു കാര്യങ്ങൾ. 12 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു അതിനകത്ത് പാസ്സാവാൻ. ഈ 12 സബ്ജക്റ്റ് നമുക്ക് പാസ്സാവണം. അതുകൂടാതെ മാരത്തോൺ ഉണ്ടാവും, 8 കിലോമീറ്റർ മാരത്തോൺ ഉണ്ട്. ഇത്ര മിനിറ്റ് ഉണ്ട് നമുക്കത്, 90 മിനിറ്റ് ഉണ്ട്. ഗേൾസിന് 90ഉം ബോയ്സിന് 80 മിനിറ്റും അങ്ങനെ ആയിരുന്നു ഞാനുള്ള സമയത്ത്. ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. ഈ ഒരു സമയത്തിനുള്ളിൽ പാസ്സാവണം. നമുക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്കൊരു 6 മാസം അതൊക്കെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനകത്ത് ഈ 6 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പോലീസ് ട്രെയിനിങ് 3 മാസത്തേക്ക് ആക്കും. ഒഴിവില്ലാന്ന് വെച്ചാൽ ഡയറക്റ്റ് വീണ്ടും നമ്മളെ സർവീസിലേക്ക് തിരിച്ച് അപ്പോയിൻറ്റ് ചെയ്യും. ബൾക്കായിട്ട് നമ്മൾ ഇതുപോലെ കാൻഡിഡേറ്റ്സ് വരുമ്പോഴാണ് പോലീസ് ട്രെയിനിങ്ങിലേക്ക് എല്ലാവരും ഒന്നിച്ചയക്കുക. എൻ്റെ 6 മാസം വാടാറുള്ള ട്രെയിനിങ് കഴിഞ്ഞതും എനിക്ക് കിട്ടിയത് സൈലൻറ്റ് വാലി ആയിരുന്നു. സൈലൻറ്റ് വാലി എന്ന് പറയുമ്പോൾ ഫോറസ്റ്റ് ഉള്ളോട്ട് ഏരിയ ആയിരുന്നു. അതിൽ മാക്സിമം നമുക്ക് ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ റേഞ്ച് ഉണ്ടാവില്ല. അതാണ് സംഭവം. പ്രത്യേകിച്ച് വേറെ വലിയ ടാസ്ക്, വലിയ വർക്ക് ലോഡും കാര്യങ്ങളൊന്നുമില്ല. റേഞ്ച് മെയിൻ പ്രോബ്ലം തന്നെയാണ്. നമുക്ക് പെട്ടെന്നായിട്ട് ഒരു എമർജൻസി ആയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ 5 ദിവസമൊക്കെ വർക്ക് ചെയ്യണം, 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം, മാക്സിമം 5 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് 3 ദിവസം ലീവ് കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കൂടെയുള്ള ടീം അനുസരിച്ചായിരിക്കും നമ്മുടെ വർക്ക്. ഇപ്പോൾ നല്ലൊരു ആൾക്കാരാണ്, കുഴപ്പമില്ല, വൈബായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം. അതേസമയം ഇപ്പോൾ നമ്മുടെ മലൻ്റെ ഉള്ളിൽ നമ്മളെ കുറച്ച് പേരെ മാത്രം 2, 3, 4, 5 പേരെ മാത്രം ഇട്ടിട്ട് അവർ തമ്മിൽ പരസ്പരം പൊരുത്തമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് അത് വേറെയുണ്ട്. നമുക്ക് വേറെ എവിടെ ഓടിപ്പോകാൻ പറ്റില്ലല്ലോ, ഫോറസ്റ്റ് അല്ലേ, എവിടെ പോകാനാ. അതുപോലെ തന്നെ ലേഡീസിനെയൊക്കെ കുറച്ചുകൂടെ റിസ്ക് ആണ്. കാരണം ഈ ടൗൺ ഏരിയയിൽ കിട്ടുമെന്ന് പറയുന്നത് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറവാണ്. അത്യാവശ്യം ഹോൾഡും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കായിരിക്കാം കിട്ടുക. പക്ഷേ ഈ ഗേൾസിന് ഈ മലയുടെ മേലെ വന്ന് ഇങ്ങനെ സ്റ്റേ ചെയ്തിരിക്കുന്നതൊക്കെ പറയുമ്പോൾ അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല, അവർക്ക് ഓക്കെ ആയിരിക്കാം. പക്ഷേ സത്യാവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. പെട്ടെന്ന് നമുക്ക് കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഒത്തിരി ഉള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പെട്ടെന്ന് നമുക്ക് അതിനകത്ത് കയറി പോകാൻ പറ്റില്ല. വീട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ വിളിച്ചാൽ കിട്ടാവുന്നതോ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഭാഗത്ത് വർക്ക് ചെയ്യുന്നവർ, ഇപ്പോൾ നമ്മുടെ ടൗണുമായിട്ടും അത്യാവശ്യം റേഞ്ചുള്ള സ്ഥലത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല. വീടിൻ്റെ അടുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ഭാഗ്യം. നമുക്ക് ഒരു ദിവസം നിന്ന് ഒരു ദിവസം പോകാൻ, ചിലപ്പോൾ വൈകുന്നേരം വന്ന് രാവിലെ വന്ന് വൈകിട്ട് പോകുന്നവരും ഉണ്ട്. അത് ഭാഗ്യം പോലെ ഉണ്ടാവും. പക്ഷേ ആദ്യമായിട്ട് പുതിയൊരു ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ കൂടുതലും ഉള്ളോട്ടായിരിക്കും. പാലക്കാട് ഏകദേശം നെല്ലിയാമ്പതി ഇല്ലെങ്കിൽ സൈലൻറ്റ് വാലി, പറമ്പിക്കുളം അങ്ങനെയുള്ള ഏരിയയിലായിരിക്കും കൂടുതലായിട്ട് ഇടുക. പിന്നെ ബുദ്ധിമുട്ട് പറയുമ്പോൾ വർക്കൊക്കെ നല്ല തന്നെയാണ്, നാച്ചുറലാണ്, പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നല്ല രീതിയിലൊക്കെ പോവാം. പക്ഷെ കൂടുതലും നമുക്ക് അതിനകത്ത് കമ്മിറ്റ്മെൻറ്റ്സ് ഇല്ല. അതുപോലെ തന്നെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നൈസായിട്ട് ജോലി ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് സാമ്പത്തികപരമായിട്ട് പുറകിലാണെങ്കിൽ ബേസിക് എന്ന് പറയുമ്പോൾ ഇത് 25,700 25,900 ആയിരുന്നു എനിക്ക് കിട്ടിയത്.
നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ കുടുംബപരമായിട്ട് വലിയ കടവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ സാലറി മതിയാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ മുന്നോട്ട് പോവാം. അല്ല അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ വേറെ ഏതെങ്കിലും നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള പോസ്റ്റിലേക്ക് കയറുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നാച്ചുറൽ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു 5 ദിവസം തന്നെ ലോങ്ങിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ 5 ദിവസം നിന്നാൽ 3 ദിവസം ലീവ് കിട്ടും. 3 ദിവസം ലീവ് പറയുമ്പോൾ 1 ഡേ പോകാനും വരാനും. അപ്പോൾ അതിൻ്റെ 2 ദിവസം പ്ലസ് 3 അങ്ങനെ ഒരു 4-5 ദിവസം 3-4 ദിവസം ലീവ് എന്തായാലും കിട്ടും. പക്ഷെ അതാ പറയണത്, ലോങ്ങൊക്കെ പുള്ളിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഓടി വീട്ടിലേക്ക് വരാനുള്ള അത് ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യണവരുടെ അനുസരിച്ചുണ്ടായിരിക്കും. കൂടുതലും ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ലേഡീസിനാണ് കുറച്ച് ബുദ്ധിമുട്ട്. ജെൻസിന് വലിയ പ്രശ്നം വരില്ല. കാരണം ജെൻസിന് പ്രശ്നം വരാൻ മാത്രമായിട്ടൊന്നുമില്ല. അവർ അങ്ങനെ അടിച്ചു പൊളിച്ച് നിന്നോളും. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോകും. ലേഡീസ് പരമായിട്ട് നോക്കുമ്പോൾ അവർക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതുപോലെ തന്നെയാണ്